8 ദിവസത്തെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുകയാണ്. അദ്ദേഹം ആദ്യം ഖാനയിലാണ് എത്തിയത്. ഖാനയിലെത്തിയ അദ്ദേഹത്തിന് അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിരുന്നു. ഖാനൻ പാർലമെന്റിൽ ഖാനൻ പ്രധാനമന്ത്രിയും മറ്റ് പാർലമെന്റ് അംഗങ്ങളും എല്ലാം തന്നെ പ്രധാനമന്ത്രിയെ കാണാനായി ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോരാത്തതിന് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അറ്റയറിലാണ് ഇവർ വന്നത് എന്നുള്ളതാണ്. അവിടെയുള്ള പാർലമെന്റ് മെമ്പർമാരെല്ലാം തന്നെ ഭാരതീയ വേഷങ്ങളിലാണ് വന്നത്. തലപ്പാവ് ധരിച്ച് ഒരു ഭാരതീയ വേഷത്തിലാണ് അവിടെയുള്ള ഭരണാധികാരി എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതെല്ലാം കൗതുകമുണ്ടാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് അദ്ദേഹം പോയത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിഗംഭീരമായി വൈറലായിട്ടുണ്ട്. അവിടെ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വെള്ളിയാഴ്ച സമ്മാനിച്ചു. ആഗോള നേതൃപരമായിട്ടുള്ള കഴിവുകൾ, ഇന്ത്യൻ പ്രവാസികളുമായുള്ള അടുത്ത ഇടപഴകൽ, കോവിഡ്-19 പാൻഡമിക് സമയത്ത് മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹത്തെ ആദരിച്ചു. ഒരു രാജ്യം പ്രധാനമന്ത്രി മോദിക്ക് നൽകുന്ന 25ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ആദ്യ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനമായിരുന്നു ഇത്. ഈ ബഹുമതി സ്വീകരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ പേരിൽ ഞാൻ ഈ ബഹുമതി സ്വീകരിക്കുന്നു. ഈ ബഹുമതി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശാശ്വതവും അടുത്തതുമായിട്ടുള്ള സൗഹൃദത്തെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് അദ്ദേഹം ഈ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി മോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പിയാർക്കോ വിമാനത്താവളത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേറ അദ്ദേഹത്തെ 38 മന്ത്രിമാർക്കും 4 എംപിമാർക്കും ഒപ്പം ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം നൽകി. അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഒരു ഭരണാധികാരി ഒരു രാജ്യത്തേക്ക് എത്തുമ്പോൾ ആ രാജ്യത്തെ പാർലമെന്റ് ഒന്നടങ്കം ഇറങ്ങി വരുന്നത് നമ്മൾ കാണുകയാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത് അവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ പ്രവാസികൾ വിവിധ ദൈവങ്ങളുടെ വേഷവിധാനങ്ങൾ ധരിച്ച് മോദിയെ സ്വീകരിച്ചു. നരേന്ദ്രമോദി അവരെ ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ നാട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു. എല്ലാ ഇന്ത്യൻ പ്രവാസികൾക്കും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ OCI കാർഡ് നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇന്ത്യ അവരെ തുറന്ന മനസ്സോടെയും വലിയ സഹിഷ്ണുതയോടെയും സ്വാഗതം ചെയ്യുന്നു. പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേറയെ ബീഹാറിലെ മകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കമല പ്രസാദിൻ്റെ പൂർവികർ ബീഹാറിൽ നിന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് 1999 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ദ്വീപ് രാഷ്ട്രം സന്ദർശിച്ച ശേഷം 26 വർഷത്തിനുള്ളിൽ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കുന്ന 2ാമത്തെ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. മഹാകുംഭ സരയു നദികളിൽ നിന്നുള്ള വെള്ളം നിറച്ച ഒരു കലശവും അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ വെള്ളിപ്പകർപ്പും പ്രധാനമന്ത്രി മോദി കമല പ്രസാദിന് സമ്മാനമായും നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ ശക്തവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ആഗോള ശക്തിയായി മാറ്റിയത് മോദിയാണെന്ന് പ്രധാനമന്ത്രി കമല പ്രസാദ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് അഭിമാനം വളർത്തിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. പോരാത്തതിന് ലോക പ്രശസ്തനും ആരാധ്യനുമായിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് എന്നാണ് TNTയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.